ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് റമദാൻ 2 ആണല്ലേ. ഈ പനിയായിട്ട് കുറച്ച് പോസ്റ്റായിട്ടൊക്കെ ഇരിക്കണതാണ്. അപ്പം നമുക്കിന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് നോക്കിയാലോ. ഇടിയപ്പം ഉണ്ട്, പഴം നിറച്ചത് ഉണ്ടാക്കാം. പിന്നെ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാം. എനിക്ക് ആമിനെ വിളിക്കാനും പോകണം, ട്യൂഷൻ ആക്കണം. ആമിനെ വിളിക്കണം, അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം ഞാനതുകൊണ്ട് റെഡി ആയി നിൽക്കുന്നതാണ്. അപ്പം അതിനിടയ്ക്ക് എനിക്ക് അവരെ വിളിക്കാനും പോകണം. അപ്പോൾ വന്ന വഴി എന്തായാലും സംബൂസ വാങ്ങിച്ചിട്ട് വരാം. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. പിന്നെ ഇന്നലത്തെ കറിയുണ്ട്. അപ്പം നമുക്ക് റെഡിയാക്കിയാലോ. അപ്പം ഇന്നത്തെ നാസ്തയുടെ പണി എന്ന് പറയാനായിട്ട് ഇടിയപ്പമാണ്. കുറച്ച് അരിപ്പത്തിരി ബാക്കിയുണ്ട്. അപ്പോൾ പോരാത്ത ഇടിയപ്പം കൂടി ഇതേ പീച്ചിക്കൊണ്ടിരിക്കുവാണേ. അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനത്തെ ഇടിയപ്പം വേവിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് പഴം പുഴുങ്ങിയെടുക്കാം. ഞാൻ ഇന്ന് കടിക്ക് പകരം എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്നൊരു ഐഡിയ വന്നു. പഴം നിറച്ചത് ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പം പഴം പുഴുങ്ങിയെടുക്കാമെന്ന് ഓർത്തു. ഷാലോ ഫ്രൈ ചെയ്യാതെ പഴം പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, കുമ്മട്ടി കലക്കിയെടുക്കാം. അപ്പോൾ ഈ കുമ്മട്ടി കലക്കാൻ വേണ്ടി പോണേണ്. കുറച്ച് കുമ്മട്ടി എടുത്തിട്ടുള്ളൂ. നമുക്ക് 4 പേർക്ക് കണക്കാക്കി മാത്രം കുമ്മട്ടി എടുത്തിട്ടുള്ളൂ. കുമ്മട്ടി ആണെങ്കിൽ ഒരു കളറില്ലാത്തൊരു കുമ്മട്ടി. ഇങ്ങനെ കുറച്ച് നടുവശം മാത്രം ഒരു ചുവപ്പുണ്ട്, സൈഡ് വശമൊന്നും ഒരു കളറ് പോലും ഇല്ല. വെറുതെ ഇങ്ങനെ വെള്ളം മാതിരി ഇരിക്കണം, വെള്ള കളർ മാതിരി ഇരിക്കണം. ഉള്ള നല്ല ഭാഗം നോക്കി ഞാൻ എടുത്തിട്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കുവാണ്. ഇനി അതിലോട്ട് എന്താ കുറച്ച് സർബത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലോട്ട് ബാക്കി ഒരു കൂടി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മധുരവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് കസുകസ് കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ കസുകസ് കുതിർത്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഐസ് ഇടുന്നില്ല, ഫ്രിഡ്ജിലോട്ട് നേരെ വെക്കുവാണ്, തണുത്തോളും. ഒന്നാമതേ എനിക്കും ജലദോഷമുണ്ട്, ചെറിയൊരു പനിയുള്ളത് കൊണ്ടിട്ട് ഞാൻ അധികം തണുപ്പ് വേണ്ടാത്തതുകൊണ്ടാണ് ഐസ് ഇടാഞ്ഞത്. ഇനി എന്ത് ചെയ്യാം, പപ്പായ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതും എടുത്ത് വയ്ക്കാം. ഇനി എന്താ, നമുക്ക് പഴത്തിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കാം. മുന്തിരി വേണമെന്നുള്ളവർക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ആർക്കും അത്രക്ക് മുന്തിരി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കാത്തത്. ലാമിക്കും ഒന്നും അത്ര വലിയ മുന്തിരി കാര്യമല്ല, മാറ്റി കൊടുക്കുമെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ മുന്തിരി ഒന്നിലും ഇടാറില്ല. അപ്പം മുന്തിരി ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ഇട്ടോളൂ. ഇനി എന്താ, കശുവണ്ടി നല്ലപോലെ മൂത്ത് വരുമ്പം അതിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞാൽ 4 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുട്ടയൊക്കെ ചിക്കി എടുക്കൂലേ, അതേപോലെ തന്നെ നല്ലപോലെ അങ്ങോട്ട് ചിക്കി എടുക്കുക. ഇനി അതിലോട്ട് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതേപോലെ പഴത്തിൻ്റെ ഉള്ളിലോട്ട് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷാലോ ഫ്രൈ ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ പഴം പുഴുങ്ങിയൊന്നും വേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത്രയും ഫില്ലിങ് കൊടുക്കേണ്ട, പൊട്ടിപ്പോകും. ഞാനിപ്പം ഷാലോ ഫ്രൈ ഒന്നും ചെയ്യാത്തതുകൊണ്ടിട്ടാണ് ഇത്രയും ഫില്ലിങ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആട്ടാ. പിന്നെന്താ, സംബൂസ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലാമിനെ ട്യൂഷനാക്കിയിട്ട് വന്ന വഴി സംബൂസയും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ആമിക്ക് മുട്ട ബജിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മുട്ട ബജിയും വാങ്ങിച്ചു. അപ്പം ഇനി എന്ത് ചെയ്യാം, നമുക്ക് തരി കാച്ചാം. അപ്പോൾ തരി കാച്ചാനായിട്ട് കുറച്ച് വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാനിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരുമ്പം അതിലോട്ട് റവ ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് റവ ഇട്ടാൽ മതി. റവ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറുക്ക് മാതിരി ഇരിക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ എന്താ പറയുക, തരിക്കഞ്ഞി ഇങ്ങനെ കുറച്ച് വെള്ളം മാതിരി ഇരിക്കുന്നതാണ് ഇഷ്ടം.
അപ്പോൾ അതേ ഞാൻ കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കട്ടയില്ലാത്ത വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇതേ നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് ഏലക്ക 2 കുത്തിയതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാല് ഞാൻ ആദ്യം പകുതിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടി വെക്കാട്ടാ. അങ്ങനെ ദേ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് താളിച്ചും കൂടി ഒഴിക്കണേ. അപ്പോൾ താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചൂടായി വരുമ്പം അതിലോട്ട് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യെല്ലാം നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയുടെ അപ്പം മുന്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പൊട്ടുകടല വേണമെങ്കിൽ പൊട്ടുകടലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ കശുവണ്ടിയും ഉള്ളിയും മാത്രമേ മുപ്പിച്ചിടണുള്ളൂ. അങ്ങനെ ദേ അതിലോട്ട് തരിക്കഞ്ഞിയിലോട്ട് താളിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പറക്കാനായിട്ട് സ്പെഷ്യൽ എന്താ, സമൂസ ഉണ്ട്, പഴം നിറച്ചതുണ്ട്, പിന്നെ ലാമിക്ക് 2 മുട്ട ബജ്ജി ഉണ്ട്, പപ്പങ്ങയുണ്ട്, പിന്നെ ബാക്കി ഈന്തപ്പഴവും കൂടി വെച്ച് കൊടുത്തു. പിന്നെ എന്താ വാട്ടർമെലൺ ജ്യൂസും തേക്കാക്കെ ലാമിയും കൂടി എല്ലാം എടുത്ത് വെക്കുക കേട്ടോ. ആമിക്ക് നോമ്പില്ലെങ്കിലും ആമിക്ക് വെള്ളം വേണം, ജ്യൂസ് വേണം, ചായ വേണം. പിന്നെ മാഷാഅല്ലാ ഞങ്ങൾ നോമ്പ് തുറന്നു. അങ്ങനെ അതേ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാ ഇക്കൊക്കെ പള്ളിയിൽ പോയി. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓടി വന്നിരിക്കണേണേ. പിന്നെ ലാമിയും പഠിക്കാനിരിക്കണം. ലാമിക്കൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട് നാളെ EVS-ന്. അപ്പോൾ അതിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്കാണ് തറാവീഹ് തിരിച്ച് വന്നിട്ട് എന്താ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇറച്ചിക്കറിയും കഴിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ നോക്കി കഴിയുമ്പോൾ ഞാനിടുന്ന വീഡിയോന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ വീണ്ടും വരും. ബൈ.